പദ്ധതിയുടെ ഭാഗമാവുകയും അവർ സസ്റ്റൈനബിലിറ്റിയുടെ ഒരു പുതിയ എന്താ പറയുക ഒരു നവ കേരളത്തിൻ്റെ പുതിയ വ്യവസായ രീതിയിലേക്ക് അവർ വരികയും അത് അഗ്രികൾച്ചർ പ്രധാന ഘടകമാണെന്ന് അവർ തെളിയിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മുഹൂർത്തമാണിത്. ഒരു വാഗ്ദാനമാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യം തന്നൊരു വാഗ്ദാനമാണ്. കാരണം ഞാൻ ഈ പ്രസിഡന്റിൻ്റെ സ്ഥാനത്തിരിക്കുന്നത് ഈ കസേരയേക്കാളും വലുതാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന കാർഷികർ. ആദ്യമായി സ്ട്രോബറി ചെയ്തത് ഞാനാണെന്ന് ആർജവത്തോടെ എന്നെ മോദി പറഞ്ഞു. നിങ്ങൾക്ക് ഒരിക്കലും ഭയക്കില്ല എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിന് നന്ദി പറഞ്ഞുകൊണ്ട് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. എത്ര കോൺഫിഡൻ്റാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഈ ആദ്യ വിൽപ്പനയ്ക്ക് ഒരു ചരിത്ര മുഹൂർത്തത്തിൻ്റെ അത്രത്തോളം പ്രാധാന്യമുണ്ട്. പെരുമലയുടെ ചരിത്രത്തിൽ ഇത് എഴുതി ചേർക്കുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാര്യം അത്ര കോൺഫിഡൻ്റാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഈ കൃഷി ആരെയും ചതിക്കില്ല, ഈ മണ്ണും ചതിക്കില്ല, കാരണം ഈ കാണുന്നില്ല ഈ ജനങ്ങളും ചതിക്കില്ല. അതാണ് പെരുമല ഗ്രാമം. പെരുമല ഗ്രാമം പെരുമാൾ ഗ്രാമമാണെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ചടങ്ങിലേക്ക് കിടക്കുന്നു. ഇതിൻ്റെ ആദ്യ വിൽപ്പന നബാർഡിൻ്റെ ഈ ബഹുമാനപ്പെട്ട GM H മനോജ് സാറ്, നമ്മുടെ തൈക്കാട് ട്രിവാൻഡ്രത്തെ തൈക്കാട് സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ഷാജി സാറിന് നൽകിക്കൊണ്ട് നിർവഹിക്കുന്നു. ആദ്യത്തെ ഈ നമ്മുടെ ഈ സംരംഭം, ഈ പ്രോജക്റ്റിൻ്റെ ആദ്യത്തെ കച്ചവടം എല്ലാവരും ഒന്ന് കൈവച്ച് അംബിക കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ഞാൻ മാഡത്തിൻ്റെ ഗ്രാമം പ്ലാൻ ഇനി നമുക്ക് ഇതിൻ്റെ പ്രോസസ് യൂണിറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് ഉള്ള ഒരു ഇതുണ്ട്. അത് പൂർത്തിയാകുന്നതേ ഉള്ളൂ. ഇതിലൊരു ഓർ പീസ് ഞാൻ നല്ലൊരു മനസ്സ്, ആ മനസ്സുള്ള പീസ് സുധീർ സാറിന് ഞാൻ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്ന ഈ മുഖം കാണുമ്പോഴാണ് എനിക്ക് മാത്രമല്ല ഈ വേദിയിലിരിക്കുന്ന നമ്മളെ സഹായിക്കാൻ ഞാൻ പറയില്ല. കാരണം നമ്മുടെ കൂടെ ഒപ്പം നടന്ന് നമ്മുടെ ഗ്രാമത്തെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നബാർഡ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ അഗ്രികൾച്ചർ പ്രസ്ഥാനം നമ്മളോടൊപ്പം കൈകോർത്തത്. അതിൻ്റെ ആ പദ്ധതിയുടെ ഒരു ചെറിയൊരു അംശം മാത്രം നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ആദ്യമായിട്ട് ഈ പെരുമലയിൽ ഞാൻ എങ്ങനെയാണ് അവിടെ കാലുവെച്ചത്? എന്തായിട്ടാ? സ്ട്രോബെറി ആയിട്ട്. ഞാൻ പക്ഷെ വേറൊരു ഒരു കലാരൂപമായിട്ട് വന്നായിരുന്നു, കണ്ടിരുന്നോ? എന്തായിരുന്നു അത്? മറന്നിട്ടില്ല. കടമ്പൻ മൂത്താൻ എന്ന് പറയുന്ന കാർഷികതയുടെ കാർഷികതയുടെ പ്രതിനിധിയായിട്ട് വന്നിട്ട് നിങ്ങളോട് ആദ്യം സംസാരിച്ച ശേഷമല്ലേ നമ്മൾ തുടങ്ങിയത്. അന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, ഈ മണ്ണ് എന്നേക്കാളും വിശ്വാസത്തോടു കൂടി നിങ്ങൾ പറഞ്ഞു ഈ മണ്ണ് പൊന്നാക്കും അല്ലേ, ഈ മണ്ണിന് ഈ ഗ്രാമം ഉയർത്തെഴുന്നേൽക്കുമെന്ന് അന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു വാക്ക് പറയട്ടെ, സ്ട്രോബെറി വളരും, പച്ചക്കറി വളരും, ഒക്കെ വളരും. നമ്മുടെ മക്കൾ വളരുന്നതിന് പോലെ തന്നെ ആരോഗ്യമുള്ള മക്കളെ വളർത്തിയെടുക്കുവാൻ നമുക്കുള്ള എല്ലാ സംവിധാനവും ഇവിടെയുണ്ട്. എല്ലാ കൃഷിയും ഇവിടെ ചെയ്യാൻ പറ്റും, വിഷമില്ലാണ്ട്, വിഷരഹിതമായിട്ട്. അതിനുവേണ്ടി എൻ്റെ പൊന്ന് അമ്മമാരും അച്ഛന്മാരും ഒക്കെ അതിനുവേണ്ടിയാണ് ഇനി നമ്മളുടെ മുന്നേറ്റം പോകേണ്ടത്. കാര്യം പരിപ്പായാലും പയറായാലും പച്ചക്കറിയായാലും നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുന്ന ഏത് സാധനവും വിളയുന്ന സ്വർഗമായ കാന്തല്ലൂരിൽ നിന്നുകൊണ്ട് ഈ പെരുമല ഗ്രാമത്തിന്റെ സമൃദ്ധി നമ്മൾ മറന്നു കിടന്നാൽ എന്താണ് ഇവിടുത്തെ അവസ്ഥ? എന്താണ്? അതുകൊണ്ട് ഏറ്റവും സമ്പന്നരാണ് നമ്മൾ. സാമ്പത്തികമായല്ല ഞാൻ പറയുന്നത്, കാശുകാരെന്നുള്ളതല്ല പറയണത്. സംസ്കാരത്തിന്റെയും പച്ചക്കറിയുടെയും അല്ലെങ്കിൽ എന്താ പറയുക ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പന്നത കാത്തു സൂക്ഷിക്കുന്ന പെരുമലയ്ക്ക്, ആ പെരുമലയാണ് എനിക്ക് ഊർജ്ജം നൽകുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അതിന് ഞാൻ പ്രസിഡന്റിനോടും ഈ ഇരിക്കുന്ന എല്ലാ മുഖങ്ങളോടും, ചിരിച്ച മുഖങ്ങളോടും നന്ദി പറയുന്നു. ഒപ്പം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ. അതിനു മുമ്പ് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അത്രയേറെ വിഷമം വരും. കാര്യം
നമ്മുടെ ഈ കൃഷിയുടെ എല്ലാ ഭാഗമായപ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ബാക്കി കണക്ക് വിവരങ്ങളൊക്കെ നിങ്ങളുടെ ഗ്രാമ കമ്മിറ്റിയിൽ അവർ അവതരിപ്പിക്കും. നമുക്ക് കുറച്ച് സബ്സിഡി കിട്ടി, കുറച്ച് അഡ്വാൻസ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ വന്നു. അങ്ങനെ വന്ന് കുറച്ച് കാശ് വന്നപ്പോൾ ഞാനും പ്രസിഡന്റും കൂടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എല്ലാവരും പണ്ട് നമ്മൾ കൊയ്യും വയലില്ല നമ്മളുടേതാകും പൈകളി എന്ന് പറഞ്ഞാൽ പോലും പണ്ടൊക്കെ കൊയ്താലും നമുക്കൊന്നും കിട്ടത്തില്ല, നമ്മൾ പണിയുന്നവർക്കൊന്നും ഒന്നും കിട്ടത്തില്ല പണ്ടൊന്നും. പിന്നീടാണ് ആ ചരിത്രം നമ്മൾ മാറ്റിയെടുത്തത്. പക്ഷെ ഇന്നിവിടെ നമ്മൾ ചെയ്ത ഈ കൃഷിയിടത്തിലേക്ക് നമ്മൾ തന്നെ ആ വിത്ത് വിതച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ കൊയ്യും, നമ്മൾ തന്നെ അത് കഴിക്കും, നമ്മുടെ കുട്ടികൾ വിഷമില്ലാത്ത ഇത് കഴിക്കും. അതുകൊണ്ട് തന്നെ കിട്ടിയ ലാഭത്തിൽ നിന്നും ചെറിയൊരു ലാഭവിഹിതത്തിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവരുടെ വീടുകളിൽ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ചെറിയൊരു കിറ്റ് സമ്മാനമായിട്ട് ഞങ്ങൾ നബാർഡാണ് അത് തരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആദ്യത്തെ ചുവടുവയ്പ് എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുക. എന്താണത്? ഒരു കാർഷികത കൊണ്ട് ഓരോ കുടുംബത്തിന്റെയും ജീവിതത്തിലേക്ക്, അവരുടെ ജീവിത ചുറ്റുപാട് വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കിറ്റ്. അതിനകത്ത് എന്ന് சொல்லக்கூடிய ഒരു കഥാപാത്രത്തിൽ കൂടി പെരുമളി மட்டுமல்ல காந்தளம் கிராம பஞ்சாயத்தில் ഒരുപാട് இடங்களில் விவசாயத்தை பற்றி விளக்குரையாற்றுக்க வேண்டிய வேஷம் கட்டி வந்த ஒரு டீமு தான் நம்ம சுதீஷ் சாரோட டீமும். പക്ഷെ നമ്മളെല്ലാം நினச்சிருப்போம் எதுக்கு வந்திருப்போம், ஒரு கூத்தாடி வந்திருப்பான் பொழுது நினச்சிருப்போம், தெருவா போய் கூத்தாடுற கூட்டத்தில் இருப்பாங்க பொழுது நினச்சிருப்போம். ஆனால் இன்றைக்கி நம்ம கிராமத்தில் இவ்வளவு ஒரு நல்ல ஒரு கூட்டத்தில் அவர் அவ்வளோ அகங்காரமாக பேசுவார் அப்படிங்கிற நம்ம நினச்சிருக்க மாட்டோம். இதுக்கெல்லாம் காரணம் நம்மளுடைய கிராமத்தை அவங்க ஏற்றெடுத்து கொண்டு அதற்கு தனசகாயம் നൽകിയിരിക്കக்கூடிய നബാർഡ് കഴിഞ്ഞ 3 മാസം മുൻപ് തുടങ്ങിയ இந்த ஸ்ட்ராபெரியினுடைய விவசாயம் இன்று முதலாக விளைவெடுப்பின் ஒரு காலடி வைத்திருக்கிறது. இதற்கு இந்த விளைவெடுப்பின் சம்பந்தமாக நானோ கிராம கமிட்டியோ நபார்டோ சுதீர் சாரோ அல்ல, முன்னாடி இருக்கக்கூடிய ஒரு விவசாயிகளும் இதனுடைய பங்கு உண்டு. இப்போயும் நிறைய பேருக்கு ஆசைங்க குழப்பம் இருக்குது. இது என்ன ஸ்ட்ராபெரி, இது யார் நடுறா, ஒன்றும் தெரிய மாட்டேங்குது, யாரோ போகிறாங்க வர்றாங்கன்னு சொல்லிட்டு இருக்கோம். இது முழுக்க கிராமத்தினுடைய பொதுவாக செய்யக்கூடிய ஒரு விவசாயம். இந்த விவசாயத்தில் வரக்கூடிய வரவு செலவுகள் கணக்குகள் எல்லாம் பார்க்கக்கூடியது கிராமத்தை சேர்ந்த கிராம கமிட்டியும் கிராம மக்களும் தான். அன்றைக்கி காசு முடக்கினாங்க, நாளைக்கு வரவு வரும்போது இந்த லாபத்தில் இவங்க கொண்டு போடுவாங்களா அப்படின்னு கேள்வி இருக்கும். கண்டிப்பாக கொண்டு போக மாட்டாங்க. இந்த லாப விகிதம் இந்த கிராமத்தில் சேர்ந்த இருக்கக்கூடிய ஒரு தனி நபருக்கும் உரிமைப்பட்டது. நாளைக்கு 1 கிலோ ஸ்ட்ராபெரி 600 ரூபாய்க்கு விட்டால் அந்த 600 ரூபாயில் எத்தனை குடும்பம் இருக்கோ அத்தனை குடும்பத்துக்கும் அந்த 600 രൂപ തുല്യமாக വിളിച്ചു കൊടുക്കപ്പെടും. ഈ ഒരു സംരംഭം ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ 1-2 പേര് ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് വിവയുടെ പ്രവർത്തകനായ ശ്രീ സുധീർ, പിന്നെ എൻ്റെ ഞങ്ങളുടെ നബാർഡിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള ശ്രീ അജീഷ്. ഇവർ രണ്ടുപേരും എൻ്റെയും ഒരു കൂട്ടായ പ്രവർത്തനമാണ്. ഇവർ രണ്ടുപേരും ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഇവിടെ നടക്കുമെന്നുള്ളത് സംശയമാണ്. ഇനി ഇവർ രണ്ടുപേരും ഉണ്ടായാൽ തന്നെ നിങ്ങളെല്ലാവരും, എസ്പെഷ്യലി പഞ്ചായത്ത് പ്രസിഡന്റ്, ഞാൻ സുധീർ സാറായിട്ട് സംസാരിച്ചിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു പഞ്ചായത്തിൻ്റെ അകമഴിഞ്ഞ 101% ഈ പഞ്ചായത്തിൻ്റെയും ഇവിടെയുള്ള ജനങ്ങളുടെയും എല്ലാവിധത്തിലുള്ള സഹകരണങ്ങളും ഈ പ്രൊജക്റ്റിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രൊജക്റ്റ് ഇത്രയും വലിയൊരു സക്സസ്, ഒരു വിജയമാവാൻ കാരണം അത് തന്നെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ സാറ് നബാർഡിൻ്റെ സഹായത്തിനെ കുറിച്ച് സാറ് ചോദിച്ചു. തീർച്ചയായിട്ടും നബാർഡ് എപ്പോഴും ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ, അതായത് ഗ്രാമീണ ഡെവലപ്മെൻറ്റ്, റൂറൽ ഡെവലപ്മെൻറ്റ്, അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ്, അതിനുള്ള എല്ലാ തരത്തിലുള്ള സഹായങ്ങൾക്കും എപ്പോഴും ഉണ്ടാവും. ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് കേരളത്തിൻ്റെ മുൻപോട്ടുള്ള കുതിപ്പിൽ ഇതുപോലുള്ള സംരംഭങ്ങൾ നമ്മളെപ്പോഴും സഹായിക്കും. നബാർഡും ഒപ്പം ഉണ്ടാവും തീർച്ചയായിട്ടും. ഇന്ന് കാലത്ത് ഇൻഫാക്ട് ഈ ഇവിടെ വരുന്നതിന് മുമ്പ് ഞങ്ങൾ മറയൂര് 1-2 പ്രോജക്റ്റുമായിട്ട് സംബന്ധിച്ച് മറയൂരുണ്ടായിരുന്നു.
അവിടെയും ഈ പറഞ്ഞ പോലെ ഈ വില്ലേജേഴ്സ് എസ്പെഷ്യലി ട്രൈബൽ ആളുകൾ അവർക്ക് കുറച്ച് ട്രെയിനിങ്, ഈ ചൂലുണ്ടാക്കുക, അതായത് ഒരു പ്രത്യേക തരത്തിലുള്ള വനത്തിൽ നിന്ന് കിട്ടുന്ന പുല്ലെടുത്തിട്ട് ചൂലുകൾ 3-4 തരത്തിലുള്ള ചൂലുകൾ ഉണ്ടാക്കി അതിനെ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ലൈവ്ലിഹുഡ് പ്രോജക്റ്റാണ്, സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് പ്രോജക്റ്റ്. അതിൻ്റെ ട്രെയിനിങ് നടക്കുമായിരുന്നു. അത് കൂടാതെ തന്നെ മറയൂർ നമ്മളൊരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയും കൂടി പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അതിലും ട്രൈബൽ ആളുകളാണ് അതിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള പല പ്രോജക്റ്റുകൾ നബാർഡ് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ എസ്പെഷ്യലി കാന്തല്ലൂർ, മറയൂർ ഈ ഏരിയയിൽ നബാർഡിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്നുണ്ട്. ഇനിയും ഇതുപോലെ പല പ്രോജക്റ്റുകളും നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള എന്ത് തരത്തിലുള്ള ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സിനും നബാർഡ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇന്നത്തെ ഈ ദിനത്തിൽ ഇവിടെ സ്ട്രോബെറി സാധാരണ കേരളത്തിൽ വളരെ ചുരുക്കമാണെന്ന് തോന്നുന്നു. ഇതുവരെ ഞാനങ്ങനെ കേട്ടിട്ടില്ല. ഒരിക്കൽ മഹാരാഷ്ട്രയിൽ പോയപ്പോൾ പൂനെ മഹാബലേശ്വർ, അവിടെ വളരെ ഒരുപാട് സ്ട്രോബെറി കൾട്ടിവേഷനും സ്ട്രോബെറി റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട്. അവിടെ സ്ട്രോബെറി കട്ട്, സ്ട്രോബെറി സ്ലൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് അവർ ഉണ്ടാക്കി വെക്കുന്നുണ്ടായിരുന്നു. അന്ന് ഒരു 10-15 കൊല്ലം മുമ്പാണ് ഞാനവിടെ പോയത്. അപ്പോൾ ഇന്നിപ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് വെറുതെ നമ്മൾ സ്ട്രോബെറി നട്ട് വളർത്തുക മാത്രമല്ല, ഇതിൻ്റെ വാല്യൂ അഡീഷനിലും കൂടി ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, അതിലും കൂടി ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് വളരെ നല്ല ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് പ്രോജക്റ്റ് എടുത്താലും അതിൻ്റെ സസ്റ്റൈനബിലിറ്റി വളരെ 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 പ്രധാനമാണ്. അതിൻ്റെ സസ്റ്റൈനബിലിറ്റി കാരണം ഒരു പ്രാവശ്യം കൃഷി ചെയ്തു, പിന്നെ അത് അവിടെ വിട്ടുപോയി, രണ്ടാമത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അത്തരത്തിലുള്ള പ്രോജക്റ്റ് കൊണ്ട് നമുക്ക് പ്രയോജനമില്ല. ഒരു പ്രോജക്റ്റ് സുസ്ഥിരമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരണം. ഇന്നിപ്പോൾ ഈ നബാർഡ് സംരംഭത്തിലുള്ള ഈ പ്രോജക്റ്റ് അതാണ്, സുസ്ഥിരമായിട്ടുള്ള ഒരു സ്ട്രോബെറി കൾട്ടിവേഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് ഇനി മുന്നോട്ട് പോകുന്നവരും ഇതുപോലെ തന്നെ വളരെ ഭംഗിയായി നടന്നു പോകട്ടെ എന്ന് എല്ലാവിധ ആശംസകളും ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. ഈ ഒരു പദ്ധതി എല്ലാവരും ഒരുമിച്ച് കൂട്ടായ്മയായിട്ട് വന്നില്ല എങ്കിൽ ഇത് ഒരിടത്തും എത്തൂലായിരുന്നു. ഇപ്പോൾ വിവയായാലും മറ്റെല്ലാ സംഘടനക്കാർ, ഗ്രാമപഞ്ചായത്തും മറ്റ് ബാങ്കുകൾ, മറ്റ് സന്നദ്ധ സംഘടനകൾ എല്ലാവരും ഒരുമിച്ച് വന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചത്. ഈ ഒരു പദ്ധതിയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ട്രോബെറി കൃഷി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക എന്നതായിരുന്നു ഉദ്ദേശം. നമുക്കറിയാം, സ്ട്രോബെറി കൃഷി വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ കൃഷി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ കേരളത്തിലുള്ളൂ. അങ്ങനെ ഒരു സ്ഥലമാണ് നമ്മുടെ കാന്തല്ലൂർ. അപ്പോൾ കാന്തല്ലൂരിൽ തന്നെ മറ്റ് ക്രോപ്സ് കൃഷി ചെയ്യുന്നതിനേക്കാളും സ്ട്രോബെറി കൃഷി ചെയ്താൽ നമുക്കതിൽ നിന്ന് വരുമാനം കൂടുതൽ കിട്ടും. അങ്ങനെ കൂടുതൽ വരുമാനം കിട്ടുന്നതിന് ചെറിയ ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പാണ്. 2 മാസത്തിൽ തന്നെ നമുക്ക് വിളവെടുക്കാൻ തുടങ്ങാം. പിന്നെ 2-3 മാസത്തേക്ക് നമുക്ക് ആ വിളവ് തന്നെ യൂസ് ചെയ്യാം. അതിൽ നിന്നുള്ള വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് നമുക്ക് ഉണ്ടാക്കുക. 2 വാല്യൂ ആഡഡ് യൂണിറ്റ്സ് ഇതൊക്കെയാണ് ഞങ്ങൾ വിഭാവന ചെയ്തത്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒത്തിരി മുമ്പോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞു. വിവയുടെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും അധ്വാനത്തിൻ്റെ ഫലമാണിത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രോജക്റ്റിൽ പറയാത്ത ഇങ്ങനെ ഉള്ള കിറ്റൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് ഇവിടെ സാധിച്ചത്. അതുകൂടാതെ ഇനിയും സാറിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, സാഫ്ലോണിൻ്റെ ഒരു പ്രോജക്റ്റ് തരാമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോജക്റ്റും ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാം. അങ്ങനെ പുതിയ പുതിയ പ്രോജക്റ്റുകളും മറ്റ് സ്ഥാപനങ്ങളുടെയും പ്രോജക്റ്റുകളും കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ മേഖല വളർന്നു വരും. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. കാരണം നമുക്കിതിൽ നിന്ന് വിളവെടുപ്പ് കഴിഞ്ഞാൽ ഒരു ലാഭം കിട്ടും. ആ പൈസ കൊണ്ട് നമ്മൾ വീണ്ടും കൃഷി ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് എപ്പോഴും ഇതുപോലെയുള്ള സഹായങ്ങൾ കിട്ടിയെന്ന് വരില്ല. ഈ പ്രാവശ്യം സഹായം കിട്ടി, അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഇതിൽ നിന്ന് ഉള്ള ലാഭം എടുത്തിട്ട് വേണം നമ്മൾ അടുത്ത വർഷത്തേക്ക് വേണ്ടുന്ന വിത്തും മറ്റു കാര്യങ്ങളും ശേഖരിക്കുന്നതിനുള്ള ഒരു ഫണ്ട് നിങ്ങൾ തന്നെ മാറ്റിവെക്കണം. കൃഷി ഇറക്കുന്നതിനും അതോടൊപ്പം തന്നെ അതിൻ്റെ വിളവെടുപ്പ് ഒരു റിസൾട്ട് ഉണ്ടാക്കിയ ഒരു പദ്ധതിക്കാണ് നമ്മളെല്ലാവരും ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. അപ്പോൾ കൃഷിയും അതുപോലെ തന്നെ ഒരു സംസ്കാരമായി കൊണ്ടു നടക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈ അഞ്ചുനാട് മേഖല. ഈ അഞ്ചുനാട് മേഖലയിലെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ കൂടുതൽ വരുമാനപ്രദം ആകുന്ന പദ്ധതിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഇപ്പോൾ നബാർഡും
അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാ നേതൃത്വത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹം ഇവിടെ ആവശ്യപ്പെട്ടതാണ് കുങ്കുമപ്പൂ കൃഷി, ക്യാരറ്റും കിഴങ്ങും മുട്ടക്കോസും കൃഷി ചെയ്താൽ നമുക്ക് വരുമാനം കൂടുതൽ ഉണ്ടാവില്ല. അപ്പോൾ വരുമാനം കൂടുതൽ കിട്ടണമെങ്കിൽ കൂടുതൽ വില കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നു. അത് പ്രീമിയം വിലയ്ക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല വിലയ്ക്ക് നമുക്ക് വിൽക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം. അപ്പോൾ സാധാരണയായി കൃഷിക്കാർ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു സാധാരണ മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടില്ല. അപ്പം നമ്മുടെ ഇവിടെയുള്ള ഉൽപ്പന്നങ്ങളുടെ സ്പെഷ്യാലിറ്റി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് വിൽപ്പന നടത്താൻ വേണ്ടി കഴിയുന്ന സാഹചര്യം സൃഷ്ടിച്ചാൽ, അതോടൊപ്പം തന്നെ മൂല്യവർദ്ധിത സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ കൃഷി ലാഭകരമാക്കാൻ വേണ്ടി പറ്റൂ. അതിനാവശ്യമായ പദ്ധതികൾക്കാണ് ഇവിടെ നബാർഡിൻ്റെ സഹായത്തോടു കൂടി തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇനിയും കൂടുതൽ പദ്ധതികൾ നമുക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിയും. കാന്തല്ലൂർ ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയൊരു പ്രദേശം എന്ന നിലയിൽ കാന്തല്ലൂരിൻ്റെ കാർഷിക മേഖലയെ നമുക്ക് നന്നായി മാർക്കറ്റ് ചെയ്യാൻ പറ്റണം. കാർഷിക ഉൽപ്പന്നങ്ങളെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. നമ്മുടെ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളെ, കാലാവസ്ഥയെ, നമ്മുടെ പ്രദേശത്തിൻ്റെ പ്രകൃതിയെ എങ്ങനെ മനോഹരമായി മാർക്കറ്റ് ചെയ്യുന്നു എന്നതാണ് ഈ നാട്ടിലെ ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ സാഹചര്യം. വളരെയേറെ അഭിമാനത്തോടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം 5 വർഷത്തോളമായി ഈസാഫ് ബാങ്ക് കാന്തല്ലൂരിൻ്റെ പ്രദേശത്ത് വർക്ക് ചെയ്യുന്നു. എന്നാൽ എനിക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇടുക്കിയുടെ ചുമതലയിൽ ഈസാഫ് ബാങ്കിൻ്റെ ഒരു സ്റ്റാഫായിട്ട് എൻ്റെ കൊളീഗ്സിൻ്റെ കൂടെ ഇവിടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, കഴിഞ്ഞ ഒരു 2-3 മാസം മുമ്പ് നമുക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ പ്രസിഡന്റിനെയും അതുപോലെ പഞ്ചായത്ത് മെമ്പേഴ്സിനെ എല്ലാം അഭിനന്ദിച്ചുകൊണ്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല 5 ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുത്തൽ 1 ഗ്രാമപഞ്ചായത്ത് നമ്മുടെ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്താണ്. അത് വളരെ ഏറ്റവും എന്താ പറയുന്നത്, നമുക്ക് അഭിനന്ദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത്രത്തോളം നമ്മുടെ പഞ്ചായത്തിനെ ഒരു ലോക നിലവാരത്തിലുള്ള പഞ്ചായത്ത് അല്ലെങ്കിൽ ലോക നിലവാരത്തിൽ കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭരണ നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ കഴിവാണ്. അതുപോലെ തന്നെയാണ് ആപ്പിൾ വിളയുന്ന സ്ഥലം സാറ് പറഞ്ഞ കണക്കിൽ വേറെ എങ്ങും കേരളത്തിൽ കാണത്തില്ല. കേരളത്തിൽ തന്നെയല്ല, പല സംസ്ഥാനങ്ങളെടുത്ത് പോലും കാണത്തില്ല. അതുപോലെ തന്നെ ഇവിടെ കുങ്കുമപ്പൂ വിളയുന്നത് നമ്മളെന്ത് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നേരത്തെ സാറ് പറഞ്ഞ കണക്കുപോലെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരു ദിവസം 1000 പേര് വരുവാണെങ്കിൽ അവർക്ക് നമ്മുടെ തന്നെ കൃഷിവിളകൾ കൊടുത്തുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ഉപജീവന മാർഗം കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് നബാർഡ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിവയും അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പേഴ്സും എല്ലാവരും ചേരുവാണെങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, സബർജില്ലി ആണെങ്കിലും അതുപോലെ തന്നെ ആപ്പിൾ ആണെങ്കിലും അതുപോലെ തന്നെ കുങ്കുമപ്പൂവാണെങ്കിലും അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഫോട്ടോ ഞങ്ങൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്ക് ഇട്ടുകൊടുത്തു. എൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങൾ സിസണ്ടറിലാണോ അതോ വട്ടവടയാണോ? അത്രയും ഞാനിപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ ഇതിൻ്റെ ഫോട്ടോ ഇട്ട് കൊടുത്തതാണ്. എന്നിട്ട് ചോദിക്കും, നിങ്ങളിപ്പോൾ എവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നത്. ഞാൻ ഫോട്ടോ ഞാൻ ഇട്ട് കൊടുത്തപ്പം അത്രത്തോളം ദൈവം അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഈ 5 നാടിനെ നിങ്ങളെല്ലാവരും ഈ ലോകത്തിന്റെ പ്രസിദ്ധിയിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ ഈ സ്ട്രോബെറി എന്ന് പറയുന്നത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കാന്തല്ലൂരിന്റെ എല്ലാവിധ ഫ്രൂട്ട്സുകളും വിറ്റഴിക്കുവാനായിട്ട്, എല്ലാവിധ പച്ചക്കറിയും വിറ്റഴിക്കാൻ ഞാൻ ഹോംസ്റ്റേ പ്രസിഡന്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ വാഗ്ദാനം തരുന്നു. നിങ്ങൾ എന്ത് വേണമെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ട് തരിക. അത് മാർക്കറ്റിങ്ങിനെ പറ്റി പ്രശ്നമേ അല്ല. നിങ്ങൾ ഉത്പാദിപ്പിക്കാം, പക്ഷെ വിഷമടിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം പറയട്ടെ, നമ്മളിവിടെ ബീൻസ്, അരക്കൊടി ബീൻസ്, കുത്തി ബീൻസ്, ഞാൻ നാഗാലാൻഡിൽ പോയി കുത്തി ബീൻസും ചപ്പാത്തി കഴിച്ചത്. ആ കുത്തി ബീൻസ് ഇന്ന് ഇവിടെ ഇല്ലാണ്ടായി, നാശനഷ്ടം വന്നിരിക്കുന്നു. അങ്ങനെ വിധത്തിൽ കൊമ്പൻ നെല്ല്, അരികൾ ചെയ്തെടുക്കുന്ന ഒരേ കൃഷിക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ വിത്ത് വർഗ്ഗങ്ങൾ നശിച്ചു പോയതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇതൊക്കെ നശിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ട് നല്ല കൃഷിക്കാരായിട്ട് നമ്മുടെ ഗ്രാമത്തിൽ വളർത്തുവാനായിട്ട് വളരട്ടെ എന്ന് ആശംസിക്കുന്നു. நம்ம இந்த சமூகத்துல வாழ்றதுக்கு நிறைய துறைகள் உள்ளவங்க ஆவசியப்படுது. இப்போ எப்படின்னா நம்ம ஆரோக்கியத்துக்காக மருத்துவத்துறை, அதே மாதிரி ஏதாவது பிரச்சனை அந்த மாதிரிலாம் வந்தால் போலீஸ் துறை, அப்படி ஒவ்வொரு துறையும். இப்போ நம்ம வீடு கட்டணும்னா இன்ஜினியரை பார்க்கணும், இந்த மாதிரியெல்லாம். ஆனால் நம்மளோட அன்றாட வாழ்க்கையில் தினம் தினம் நமக்கு தேவைப்படுறது ஒன்று கர்ஷகருங்க. அவங்கள நம்ம மறக்கவே முடியாது. அது என்ன கிருஷியாக வேணாலும் இருக்கட்டும், அவங்கள நம்ம ஒரு நாளும் மறந்து நம்ம வாழவே முடியாது, ஜீவிக்க முடியாது. அப்படி ஒரு காலகட்டத்தில் இருக்கும்போது அவங்களுக்குள்ள கர்ஷகரோட நிலைமை எப்படி இருக்குதுன்னு நம்ம ஒரு நிமிஷம் யோசித்து பார்த்தோம்னா,
நான் கொஞ்ச நாளைக்கு முன்னாடி ஒரு ஃபார்வர்ட் மெசேஜஸ் வாட்ஸ்அப்பில் பார்த்தேன். அதில் பார்த்தீங்கன்னா ஒரு கர்ஷகர் வந்து உழவு ஓட்டிட்டு இருக்கும்போது செத்து கிடக்கிறாரு. எப்படின்னா மழையும் இடியும் மின்னலும் வந்து செத்து கிடக்கிறாரு. எப்படின்னா 2 மாடும் செத்து இருக்குது, அவரும் செத்து இருக்குது. பக்கத்தில் அவரோட செருப்பை வந்து தனி ஒரு ஃபோட்டோவை போட்டுக்கிறாங்க. அது எப்படின்னா ஒரு இந்த லூனஸ் செருப்பு, நிறைய கம்பி வச்சு கெட்டின ஒரு செருப்பு. எனக்கு அதை பார்த்த உடனே கண்ணில் தண்ணி வந்துச்சு. ஏன்னா இந்த உலகத்தில் உள்ள எல்லா மக்களுக்கும் சாப்பாடு போடுற இல்லை ஏதாவது வகையில் உதவி பண்ணுற அவங்களோட நிலைமை வந்து எந்த அளவுக்கு இருக்குதுங்கிறத நம்ம நிறைய பேர் யோசிக்கிறது இல்லை. நான் இது எதுக்காக சொல்கிறேன்னா, கொஞ்சம் சார் என்னை அறிமுகப்படுத்தும் போது சொன்னார் 2017 தெரியும் சொல்லி. ஆர்கானிக் தேட்டருங்கிறத இதை வச்சுட்டு கலையிலூட கிருஷியை எப்படி கொண்டு வர்றது அப்படி சொல்லிட்டு பொங்கம்பள்ளியில் வச்சுட்டு நமக்கு அங்கே கிருஷியெல்லாம் மறந்து போனோம்னா மிருகசல்யம் யானை சல்யமெல்லாம் இருக்கிறதுனால கிருஷியை நிறுத்துகிற நிலைமையில் இருந்தவங்க நிறுத்திட்டாங்க, ஆல்ரெடி நிறுத்திட்டாங்க. அப்படி உள்ளவங்களை வந்து அவங்களுக்கு ஒரு உற்சாகம் கொடுத்து ராகி சோளம் எல்லாம் கிருஷி பண்ணாங்க. அங்கே ஒரு பயங்கர யானை சல்யமெல்லாம் இருக்கும்போது அதை போட்டு அவங்க விளைவெடுத்தாங்க. எப்படின்னு கேட்டால் குடும்பத்தோடு போய் பாம்பார் ஆற்றுல, பாம்பார் நமக்கு தெரியல, அங்கே வட்ட பாறையிலெல்லாம் படுத்து குடும்பத்தோட தீயை போட்டு படுத்து எல்லாரும் வந்து அந்த கிருஷி எடுத்தாங்க. அது வந்து ரொம்ப சந்தோஷமா இருந்துச்சு. ஒவ்வொரு நாளும் அதை அவங்க ஒரு விழாவாக கொண்டாடினாங்க. அதில் நாங்களும் பங்கு சேர முடிஞ்சது. நமக்கு தெரியும் கேரளத்தில் உள்ள 44 நதிகளில் கிழக்கோட்டு ஒழுகிற 3 நதிகளில் ஒன்று தான் பாம்பாறு. அது இது நமக்கு நிறைய பேருக்கு தெரியாது. ஏன்னா நம்ம பிஎஸ்சி கொஸ்டினுக்கு அதுக்கெல்லாம் போகும்போது பாம்பாரை பற்றி அவ்வளோ பெருமை இருக்குது. அந்த ஆற்றுல படுத்து ஆணையும் மற்ற மிருகங்களை எல்லாம் விரட்டி அவங்க விளைவெடுத்தது. அது நான் இது எதுக்காக சொல்கிறேன்னா, நம்மளால செய்யவே முடியாது அப்படிங்கிறதுக்காக 300 காரணம் நம்ம தேடி கண்டுபிடிச்சாலும் முடியுங்கிற காரணத்தை காட்டி இப்படி விளைவெடுக்க சமைச்சார். இப்போ நான் ஒரு இடைக்கு அங்கே போய் பார்த்தேன், அங்கே கிருஷி நடக்குது. அதை தொடங்கி தந்துடுறது சார், ரொம்ப சந்தோஷம். அப்போ நீங்களும் இந்த கிருஷியை இதோட விடாமல் நல்ல நல்ல புதிய கிருஷி, அது இந்த ஸ்ட்ராபெரி ஆகட்டும், இதை நிறுத்தி போகாமல் நல்லபடியாக அதை கொண்டு வரணும்னு கேட்டுக்கிட்டு எனக்கு பேச வாய்ப்பளித்த சுதீஷ் சாருக்கும் விவா டீமுக்கும் இங்கே இருக்கிற எல்லாருக்கும் நன்றியை தெரிவிச்சுக்கிறேன். നമ്മൾ തനിച്ച് விவசாயம் செய்து கொண்டிருந்தோம். ஆனால் இருந்த போதிலும் இங்க கிராமமாயிட்டு ஒற்றுமை கூடி இந்த விவசாயத்தை முன்னிலைப்படுத்துவதற்கு வேண்டி நம்மளுடைய பஞ்சாயத்து பிரசிடண்டுடைய நேத்திரத்தில் இங்கே வருகிற சுதீஷ் சார் வந்து கேட்டு நம்மகிட்ட தெரிஞ்சு இந்த விவசாயத்தை செய்ய முடியுமா என்று கேட்டார். நம்ம கிராமம் எல்லாம் ஒன்று கூடி இது ஏற்றெடுத்தோம். அதில் நபார்டினுடைய சப்போர்ட்டோடு கூடி நம்ம விவசாயம் செய்ய தீர்மானித்தோம். அதில் நம்மளுடைய விவசாய முன்னேற்றம் 3 மாசமாய் பாடுபட்டு அதனுடைய நாற்றுகள் கிருஷி வகுப்பு முகேனா நாற்றுகள் வருத்தி அதை கொண்டு வந்து நம்ம நட்டு பரிபாலித்தோம். ஆனால் அதனுடைய கூட்டாய்மை நம்மளுடைய கிராமத்திலிருந்து எல்லா சப்போர்ட்டுகளும் நல்ல முறைக்கு இப்போ வரை நம்ம வளப்படுத்திருக்கிறோம். ஆனால் இருந்த போதிலும் பல எண்ணங்கள் இல்லாமல் ஒற்றுமையாக இதுபோல இன்னி இருக்கணும். நம்ம இதுபோல சார்மார்கிட்ட இன்னியும் பண்டுகள் வாங்கி நம்ம கிராமத்தை மென்மேலும் வளர்ச்சி கொண்டு வரணும். இதுக்கெல்லாம் ஒற்றுமைகள் நம்ம தேவை. ஆனால் நாங்கள் இப்ப நேத்திரத்துவம் கொடுக்கிறோம்னா கிராம கமிட்டியினுடைய தலைமையில் நேத்திரத்துவம் கொடுத்து விவசாயம் செய்தால் அந்த சப்போர்ட்டு நாங்கள் சொல்லும் போது அதை வந்து வேலைகள் செய்வதும் அதில் வரக்கூடிய வருமானம் நம்ம அவங்க சொன்னாங்க இன்ன வரைக்கும் யாரும் கொண்டு போறதில்லை, நம்மளுக்கு தான் நம்மளுடைய ரீதியில போகணும். அதே போல புதிய புதிய ப்ராஜெக்டுகள் கொண்டு வரணும். அதனுடைய புதிய விதைகள் உற்பத்தி செஞ்சு அந்த விதைகளையும் நம்ம போட்டு எடுக்கணும். அது இல்லாமல் பழைய விவசாயத்தை நம்ம வெட்டக்கூடாது. அந்த பழைய உடைய விவசாயத்தையும் நம்ம பாரம்பரியமாயிட்டு செய்து கொண்டு வரணும். அதுக்கு முன்னாடி குஞ்ச வயல் திரை உரைக்கன தோற்றம் பார்த்து நெஞ்சுருகி பாடன அந்த மக்கள் பார்த்து குஞ்ச வயல் திரை உரைக்கன தோற்றம் பார்த்து நெஞ்சுருகி பாடன மந்த மக்கள் பார்த்து வயநாடோன் 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 புஞ்ச വയനാടോൻ പുഞ്ചേൽ പതിപോരും നേരം അങ്ങെന്നു വരുന്നത് ആരാ
അച്ചാറുമുണ്ട്. തിരി കള്ളപ്പോലായ തിരിയെന്നു പറഞ്ഞാൽ തിരിയുമോ ഞങ്ങൾ? ഒക്കത്തെ കുഞ്ഞുണ്ട് തലയിലും കള്ള്, പിന്നെങ്ങിനെ ഞങ്ങൾ വഴിതിരിയുണ്ട്. ഞങ്ങളെ മുറ്റത്ത് നട്ടോരു തട്ട് പഴമല്ല നീങ്ങളെ തേവന്നുമാല. ഞങ്ങളെ മുറ്റത്ത് നട്ടോരു വാഴ പഴമല്ല നീങ്ങളെ തേവന്നു പൂജ. പിന്നെങ്ങിനെ ഞങ്ങൾ വഴിതിരിയുണ്ട്, പിന്നെങ്ങിനെ ഞങ്ങൾ വഴിതിരിയുണ്ട്. ഞങ്ങളെ കൊത്തിയാലും ഒന്നല്ലേ ചോര, നിങ്ങളെ കൊത്തിയാലും ഒന്നല്ലേ ചോര. അപ്പോ ഇറോ 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 അപ്പോ ഇറോ ഇറോ ഇറോ. മണ്ണെ നമ്പി മരമയിരിപ്പേ താരീരം താരോ, മരത്തെ നമ്പി മണ്ണയിരിപ്പോ താരീരം താരോ. മണ്ണെ നമ്പി മരമയിരിപ്പോ താരീരം താരോ, മരത്തെ നമ്പി മണ്ണയിരിപ്പേ താരീരം താരോ. താരീരം താരോ. നിങ്ങൾ കൂടെ പാടിയാൽ താരീരം താരോ. എങ്ങനെ? താരീരം താരോ. മണ്ണെ നമ്പി മരമയിരിപ്പേ താരീരം താരോ, മരത്തെ നമ്പി മണ്ണയിരിപ്പേ താരീരം താരോ. മരത്തെ നമ്പി കിളിയയിരിപ്പോ താരീരം താരോ, കിളിയെ നമ്പി മരമയിരിപ്പേ താരീരം താരോ. മണ്ണെ നമ്പി മരമയിരിപ്പോ താരീരം താരോ, മരത്തെ നമ്പി മണ്ണയിരിപ്പോ താരീരം താരോ. മരത്തെ നമ്പി കൊമ്പയിരിപ്പോ താരീരം താരോ, കൊമ്പെ നമ്പി മരമയിരിപ്പേ താരീരം താരോ. കൊമ്പെ നമ്പി ഇലയിരിപ്പോ താരീരം താരോ, ഇലയെ നമ്പി കൊമ്പയിരിപ്പോ താരീരം താരോ. ഇലയെ നമ്പി പൂവിരിപ്പോ താരീരം താരോ, പൂവെ നമ്പി കായയിരിപ്പോ താരീരം താരോ. കായെ നമ്പി പഴമയിരിപ്പോ താരീരം താരോ, പഴത്തെ നമ്പി കിളിയയിരിപ്പോ താരീരം താരോ. പഴത്തെ നമ്പി കിളിയയിരിപ്പോ താരീരം താരോ. മണ്ണെ നമ്പി മരമയിരിപ്പോ താരീരം താരോ, പഴത്തെ നമ്പി മണ്ണയിരിപ്പോ താരീരം താരോ. നമ്മുടെ മണ്ണെ നമ്പി മരമയിരിപ്പോ താരീരം താരോ, മണ്ണെ നമ്പി കിളിയയിരിപ്പോ താരീരം താരോ. അപ്പോ ഇറോ 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 അപ്പോ ഇറോ 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 അപ്പോ ഇറോ ഇറോ ഇറോ. ഗ്രാമത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനപ്പുറം എന്താ വേണ്ടല്ലേ? അതാണ് നമ്മൾ അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണ്. വെള്ളയമ്മ அடுத்தபடியாக இந்திரா காந்தி, அடுத்தபடியாக விளவெடுப்பினுடைய திருவிழாவிற்கு வருகை தந்து இவ்வளவு நேரம் எந்த நேரங்கள் இருந்தாலும் அத்தனை நேரங்களிலும் விளக்கிட்டு நம்ம கூட நம்ம கிராம கமிட்டி கூட இருந்து இவ்வளவு நேரம் நமக்கு இருந்து நம்மளை சகாயம் செய்த காந்தலூர் பஞ்சாயத்து பிரசிடென்ட் PT மோகன்தாஸ், மனோஜ் சார், அஜீத் சார்,
சுதீர் சார், ஈசா பேங்கிலிருந்து வந்திருந்தவர்கள், சார்மார்கள், மலையூரிலிருந்து வந்திருந்த மெம்பர் மற்றும் நமது தங்கச்ச மெம்பர், நமது பைசனர் டீச்சர் சத்தம், அதோடு இங்கே வந்திருக்கும் பேரு தெரியாத வந்திருக்கக்கூடிய எல்லாருக்கும் ஒரே இதில் பெருமலை கிராம கமிட்டியின் சார்பாக மனமார்ந்த நன்றியை தெரிவித்துக் கொள்கின்றோம். ஒரு நல்லோதத்தோவி 100 நல்லோத ஒரு நல்லோதத்தோவி 100 செடி முளைச்சது, 100 செடி முளைச்சதுல காயும் முளைச்சது, காயும் காசு 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 கஞ்சி விட்டது பழத்தோட்டம், காய் காசு காய் காசு பழங்கள் நின்றது தனி தோட்டம். காந்தலூரு காஷ்மீர், காஷ்மீர் காஷ்மீர் நல்ல காந்தலூரு காஷ்மீர். பச்சை சீலை உடுத்தி வர போயும் அம்மானா, பச்சை சீலை உடுத்தி வந்தா போய பாடு. இது கடைசியில பாட்டு ராத்திரி தான் சொன்னாங்க, பாட்டு எடுக்கல.